മനുഷ്യൻ, ആത്മാവ്, ഇതാണ് പ്രത്യുത്ഥാനത്തിൻ്റെ കേന്ദ്രചിന്ത. ഈ പ്രത്യുദ്ധരിക്കപ്പെട്ട സത്യങ്ങൾ കാണണമെങ്കിൽ നമ്മൾ ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, പ്രക്രിയാവിധേയനായ ത്രിയേക ദൈവം, പിതാവ് ഉറവിടമായി, പുത്രൻ ആവിഷ്കാരമായി, ആത്മാവ് നമ്മളെ മേൽ പ്രയോഗമായി. പ്രക്രിയയിലൂടെ കടന്നുപോയ പിതാവ് സ്രോതസ്സായി, പുത്രൻ മാർഗമായി, പരിശുദ്ധാത്മാവ് അതിൻ്റെ യാഥാർത്ഥ്യവൽക്കരണമായി. അപ്രകാരം പരിശുദ്ധാത്മാവ് മനുഷ്യനിലേക്ക് പ്രയോഗിക്കപ്പെടുന്നവനായും മനുഷ്യനിലേക്ക് പ്രവേശിക്കപ്പെടുന്നവനായും തീരുന്നു. ഈ കേന്ദ്രീയ ചിന്ത അഥവാ വെളിപ്പാട് ഇന്നത്തെ ഈ ദുഷ്ടലോകത്തിൽ ഇത് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്, അഥവാ തിരസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങൾ തിരുവെഴുത്തിൻ പ്രകാരമല്ലാത്ത ദൈവശാസ്ത്രത്തിലൂടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്രകാരം 5 നിർണായകമായ വിഷയങ്ങളെ തിരസ്കരിക്കൊണ്ട് ആത്മാവെന്ന വിഷയത്തെക്കുറിച്ച് അവർക്ക് ഒരു വ്യക്തതയില്ലാതെ ആയിത്തീർന്നിരിക്കുന്നു. യോഹന്നാൻ 7:39 ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ക്രിസ്തു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിലും ഒടുവിൽ അവൻ തേജസ്കരിക്കപ്പെടും. പ്രകാരമാണ് ഈ ആത്മാവിൻ്റെ ആയിത്തീരലുകൾ മുന്നോട്ട് പോകുന്നത്. യേശു ജഡാവതാരത്തിലൂടെ കടന്നുപോയി, മനുഷ്യ ജീവിതത്തിലൂടെ കടന്നുപോയി, ക്രൂശ് മരണത്തിലൂടെ കടന്നുപോയി, പുനരുത്ഥാനത്തിലൂടെ കടന്നുപോയി. 1 കൊരിന്ത്യർ 15:45b അവൻ ജീവൻ നൽകുന്ന ആത്മാവായി തീർന്നു. ഈ കർത്താവായ യേശു ക്രിസ്തു അപ്രകാരം വായു രൂപമായ ക്രിസ്തുവായി മാറി. ഈ ക്രിസ്തു പഴയ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതായ സംയുക്ത തൈലമായ ക്രിസ്തുവായി മാറി. ഇത് പുറപ്പാട് പുസ്തകം 30 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ വിശുദ്ധ അഭിഷേക തൈലം ഒരു ഹിൻ ഒലിവെണ്ണ, അത് ദൈവാത്മാവിനെ കാണിക്കുന്നു. ഇതിനോട് കൂടെ 4 സുഗന്ധദ്രവ്യങ്ങൾ ചേർക്കപ്പെടുന്നു: മൂര്, സുഗന്ധലവംഗം, വയമ്പ്, വഴനത്തൊലി. ഇപ്രകാരം 4 കാര്യങ്ങൾ കൂടി ഒലിവെണ്ണയിൽ കലർത്തുന്നു. മൂരെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ കാണിക്കുന്നു. സുഗന്ധലവംഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ സാഫല്യത്തെ കുറിക്കുന്നു. വയമ്പ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ പുനരുത്ഥാനത്തെ കാണിക്കുന്നു. വഴനത്തൊലി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ കുറിക്കുന്നു. ഈ ആത്മാവ് ദൈവമാണ്, അത് ക്രിസ്തുവാണ്. ഇവർ നമ്മിൽ വസിക്കുന്ന ആത്മാവാണ്. ഇവർ നമ്മുടെ ആത്മാവിൽ ആത്മാവായി വസിക്കുന്നു. ആ ആത്മാവ് നമുക്ക് ജീവൻ നൽകുന്നു. എല്ലാ സമയത്തും അവൻ ജീവൻ നൽകുവാൻ തയ്യാറുള്ള ഒരു ആത്മാവാണ്. ഇവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കുക. കർത്താവ് ജഡത്തിലായിരുന്നപ്പോൾ നമുക്ക് അവനെ ബന്ധപ്പെടുവാൻ കഴിയുകയില്ലായിരുന്നു. ഇപ്പോൾ ഈ ക്രിസ്തു നമ്മുടെ ആത്മാവിൽ വസിക്കുകയും നമുക്കെപ്പോഴും സ്പർശനയോഗ്യനായിരിക്കുകയും ചെയ്യുന്നു. അവൻ്റെ നാമത്തെ വിളിക്കുന്നതിലൂടെ, കർത്താവായ യേശുവെ എന്ന് വിളിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് സ്പർശിക്കുകയും നമുക്ക് ആസ്വദിക്കുകയും നമുക്ക് അവനിൽ ആനന്ദിക്കുകയും ചെയ്യുവാൻ കഴിയുന്നു. മാത്രമല്ല, ഇപ്രകാരം നാം ചെയ്യുമ്പോൾ അവൻ നിവർത്തിച്ചതായ എല്ലാ കാര്യങ്ങളിലും നമുക്ക് പങ്കാളികളായി തീരുവാനും കഴിയുന്നു. ഇപ്രകാരം ചെയ്തതിനാൽ ഈ ആത്മാവിന് സഭയെ ഉളവാക്കുവാൻ കഴിഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെ ഉളവാക്കുവാൻ കഴിഞ്ഞു. കാലക്രമേണ വചനത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ സഭ കർത്താവിൻ്റെ അഥവാ ദൈവത്തിൻ്റെ ദിവ്യവ്യവസ്ഥയെ നിറവേറ്റുന്നതിൽ നിന്നും വഴിമാറിപ്പോവുകയാണ് ഉണ്ടായത്. എന്നാൽ കർത്താവിൻ്റെ ഈ ആത്മാവ് ഈ യുഗത്തിൽ 7 ഇരട്ടി തീവ്രത പ്രാപിച്ച ആത്മാവായി അവൻ്റെ ജൈവിക രക്ഷ നമുക്ക് നൽകി തന്നുകൊണ്ട് നമ്മെ ജയാളികളായി തീരുവാൻ തക്കവണ്ണം സഹായിക്കുന്നു. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കേന്ദ്രീയ വെളിപ്പാടിനെക്കുറിച്ച് നാം വ്യക്തമായ അവബോധമുള്ളവരായിരിക്കണമെന്ന് പറയുന്നത്. ദൈവം ജഡമായിത്തീരുന്നു, ജഡം ആത്മാവായിത്തീരുന്നു, ജഡം ജീവൻ നൽകുന്ന ആത്മാവായിത്തീരുന്നു. ഈ ജീവൻ നൽകുന്ന ആത്മാവ് 7 ഇരട്ടി തീവ്രത പ്രാപിച്ച ആത്മാവായിത്തീരുന്നു. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഭയെ പണിയുന്നു, അത് അവൻ്റെ ശരീരത്തെ പണിയുന്നു. ഇത് ഒടുവിൽ പുതിയ യെരൂശലേമായി പരിണതി പ്രാപിക്കുന്നു.